ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇപ്പം ഞങ്ങൾ ഇവിടെ ഉള്ളത് ഗ്ലോബൽ വില്ലേജിലാണ് ഗൈസ്. ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് ഗ്ലോബൽ വില്ലേജ് കാണിച്ചു തരാനാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഗ്ലോബൽ വില്ലേജ് കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും പോയി ഈ സ്ഥലം നിങ്ങൾ കാണണം. ഞങ്ങൾ അതിൻ്റെ ഇടയിൽ ചെറിയ ഫോട്ടോഷൂട്ട് എടുക്കുകയാണ്. പിന്നെ ഈ ഗ്ലോബൽ വില്ലേജ് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. പുറത്ത് ഡിസൈൻ തന്നെ നല്ല അടിപൊളിയാണ്. കാരണം ഗ്ലോബൽ വില്ലേജിന് ലൈറ്റ്സ് എല്ലാം മാറും. ചിലപ്പോൾ റെഡ് ആവും, ചിലപ്പോൾ പിങ്ക് ആവും, ചിലപ്പോൾ ഗോൾഡൻ ആവും, അങ്ങനെയെല്ലാം ആവും. അപ്പം അങ്ങനെ നമ്മൾ ഗ്ലോബൽ വില്ലേജിൻ്റെ ഉള്ളിലൊക്കെ പോയി. ആ ഗ്ലോബൽ വില്ലേജിൻ്റെ ഉള്ളിൽ പോകുന്നതിൻ്റെ മുമ്പ് ടിക്കറ്റ് കൊടുക്കണം. ആ വീഡിയോ ഇതിലില്ല. ഈ ഗ്ലോബൽ വില്ലേജ് കാണാൻ കുറേ ആൾക്കാർ വരും. നമ്മൾ മാത്രമല്ല ഇവിടെ വ്ളോഗ് ചെയ്യുന്നത്, കുറേ ആൾക്കാർ വ്ളോഗ് ചെയ്യുന്നുണ്ട്. ഈ ഗ്ലോബൽ വില്ലേജിൻ്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഇവിടെ കുറേ രാജ്യങ്ങളുടെ ഡ്രസ്സും ടോയ്സും ഒക്കെ ഉണ്ട്. പിന്നെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. അവർ കുറേ സാധനങ്ങളൊക്കെ വെക്കും. പിന്നെ കുറേ അടിപൊളി സാധനങ്ങളൊക്കെ വെക്കും. പക്ഷെ അതിന് ഭയങ്കര പൈസയാണ്. I awoke all alone on a Sunday playing games with the names in my head. It's a shame I can't change. Maybe one day you come crawling back to me instead. പിന്നെ ഇവിടെ എല്ലാവരും കുറേ ബലൂൺസും സെല്ല് ചെയ്യും. നിങ്ങളിപ്പോൾ തന്നെ ഒരു ബലൂൺ സെല്ല് ചെയ്യുന്ന ഒരാളെ കണ്ടില്ലേ? പിന്നെ ആ ബലൂണിൻ്റെ ഡിസൈൻ പല പല കാർട്ടൂൺ ക്യാരക്ടേഴ്സിൻ്റെ ഡിസൈനാണ്. ഇപ്പം നിങ്ങളിവിടെ ഒരു വലിയ വീടുമാതിരി എന്തോ സാധനം കണ്ടില്ലേ? അവിടെ കുട്ടികൾക്ക് പോയിട്ട് ഫോട്ടോ എടുക്കാനുള്ള സ്ഥലമാണ്. അവിടെ ഹെഡ്ഫോൺ ഉണ്ട്, ടെലഫോൺ കോൾ ചെയ്യുന്നത്, അതൊക്കെ ഫോട്ടോഷൂട്ടിന് വെച്ചതാണ് അവർ. പിന്നെ ഇതാ കുറേ കൺട്രികളൊക്കെ ഞങ്ങൾ കാണിക്കുന്നു. ഇവിടെ കുറേ ആൾക്കാരുണ്ട് ഗൈസ്. പിന്നെ അന്നൊക്കെ ഇവിടെ ഭയങ്കര തണുപ്പാണ്. ഗ്ലോബൽ വില്ലേജിൽ തണുപ്പുള്ള സമയത്തൊക്കെ വന്ന ഗ്ലോബൽ വില്ലേജ് അടിപൊളിയാണ്. ഇതപ്പം ഞങ്ങൾ കാണിക്കുന്ന കുറേ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. എല്ലാവർക്കും ഈ ഗ്ലോബൽ വില്ലേജ് ഭയങ്കര ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടപ്പെടും. അപ്പോൾ ഗൈസ്, ഇവിടെ ഇപ്പോൾ ഫുഡ് ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത്. കുറേ കടകളുണ്ട് ഗൈസ്. ഇവിടെ കുറേ മാംഗോ കൊണ്ട് ഉണ്ടാക്കുന്നതൊക്കെ ഉണ്ട്. ചുറോസ് ഉണ്ട്, ഷവർമ ഉണ്ട്. ഇവിടുത്തെ ഷവർമ പറഞ്ഞ അടിപൊളിയാണ്. സൂഷി ഹൗസ് ഉണ്ട്. അങ്ങനെ കുറേ ചിക്കൻസ് ഉണ്ട്. അങ്ങനെ കുറേ ചിക്കൻസ് ഒരു കടേൻ്റെ പേരാണ്, അത് അവിടെ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഓടി വന്ന് ഈ ഷോ കാണാൻ വന്നു. ഈ ഷോയിൽ ഇവരുടെ മ്യൂസിക്കിനനുസരിച്ച് ഇവിടെ ബാക്ക്ഗ്രൗണ്ടും മാറ്റും. പിന്നെ മ്യൂസിക്കിൻ്റെ ഇടയിൽ ഡാൻസും ഉണ്ടായിരിക്കും. ഇപ്പോൾ കണ്ടോ, ബാക്ക്ഗ്രൗണ്ട് മാറ്റി. ഇപ്പോൾ സ്നോവിനെ കുറിച്ചുള്ളൊരു പാട്ടാണ് പാടുന്നത്. പിന്നെ ഇവിടെ കുറച്ച് ലൈറ്റ്സ് ഉണ്ടായതുകൊണ്ട് വീഡിയോ ബ്ലറായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ദുബായ് എന്ന് പറഞ്ഞാൽ പിന്നെ അടിപൊളി ലൈറ്റ്സൊക്കെ ഉണ്ടാവും. വേണ്ടോ, ഇപ്പം തന്നെ ബ്ലറാവാൻ കാണും ഈ ലൈറ്റ്സാണ്. കുറേ ലൈറ്റ്സ് ഉണ്ട്. അതിൻ്റെ ഇടയിൽ എന്തോ നമ്മൾ ഇന്ത്യയെ കണ്ടു. ഇന്ത്യയെ കയറുന്ന വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല, കാരണം കുറച്ച് ബിസി, വേഗം കുറേ പോകാനുണ്ടായിരുന്നു. നമുക്ക് കുറേ ബിസി ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈജിപ്തിലേക്ക് കയറാൻ പോവാണേ. അപ്പം നമ്മൾ ഈജിപ്തിലേക്ക് പോവുകയാണ് ഗൈസ്. ഇവിടെ കണ്ടോ, നിങ്ങൾ കണ്ടാൽ നെട്ടിപ്പോവും. അത്രയ്ക്കും അടിപൊളിയാണ് ഈജിപ്ത്. നിങ്ങൾ വിചാരിക്കൂ, കണ്ടോ എത്ര കാര്യങ്ങളുണ്ടാവും ഈജിപ്തിലൊക്കെ കാണാൻ. അടിപൊളിയാണ് ഗൈസ്. നിങ്ങൾ ഒരു ചാൻസ് കിട്ടുമ്പോൾ എല്ലാ സ്ഥലത്തും നിങ്ങൾ പോയി നോക്കണം. കണ്ടോ എന്തൊക്കെയുണ്ട്, പ്ലേറ്റ്സ്, അങ്ങനത്തെ കുറേ ഈജിപ്ത് റിലേറ്റഡ് എല്ലാ സാധനങ്ങളും ഉണ്ട്. ഞാൻ എല്ലാം തൊട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈജിപ്തിൽ നിന്ന് പോകാൻ തുടങ്ങുകയാണ് ഗൈസ്. അപ്പം ഈജിപ്തിൽ നിന്ന് പോയി കുറേ അടിപൊളി സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങുക. അപ്പോൾ നമ്മൾ എക്സിറ്റ് വഴിയിലേക്കാണ് ഈ ഗ്ലോബൽ വില്ലേജിൽ എക്സിറ്റ് ആവാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോ ആണ് ഇപ്പോൾ ഞങ്ങൾ കാണിച്ചു തരുന്നത്. ഞങ്ങൾ വിചാരിക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.